എടാ എന്റെ ഫ്രണ്ട് ഭയങ്കര മില്ലിനിട്ട പുള്ളിക്കാരനാണെങ്കിൽ നല്ലോണം ഫുഡ് കഴിക്കുകയും ചെയ്യും. പക്ഷെ എത്ര കഴിച്ചിട്ട് അവൻ തടി വെക്കുന്നില്ല എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയൊരു വിഷമം. അപ്പൊ ഇങ്ങനെ ഒരു വിഷമം നിങ്ങളുടെ കൂട്ടുകാരനുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന് വീഡിയോ ജസ്റ്റ് അയച്ചു കൊടുക്കും. നിങ്ങളുടെ ഉദ്ദേശം ഒന്ന് സൈസ് ആവുക, ഒന്ന് വണ്ണം വെക്കുക, ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെലിയ എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് മെയിൻ്റെനൻസ് കാലറി. നമ്മുടെ എല്ലാവരുടെ ബോഡിക്ക് അനുസരിച്ച് നമ്മുടെ എല്ലാവരുടെ ബോഡിക്ക് ഒരു മെയിൻ്റെനൻസ് കാലറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ മെയിൻ്റെനൻസ് കാലറിനെക്കാളും കുറച്ച് കൂടുതൽ കഴിച്ചാൽ നമ്മളത് വണ്ണം വെക്കുകയും ചെയ്യും. ഈ മെയിൻ്റെനൻസ് കാലറിയുടെ താഴെ കഴിച്ചാൽ നമ്മൾ മെലിയുകയും ചെയ്യും. എക്സാമ്പിൾ ഞാൻ എന്റെ കാര്യം വെച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എന്റെ ബോഡി വെയിറ്റ് 75 കിലോഗ്രാം ആണ്. സോ അങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വേണ്ട മെയിൻ്റെനൻസ് കാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2300 കാലറി പെർ ഡേ ആണ്. അതായത് ഒരു ദിവസം ഞാൻ കഴിക്കേണ്ട ഫുഡിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 2300 കാലറി. സോ എന്റെ ഉദ്ദേശം കട്ടിംഗ് ആണ്, അല്ലെങ്കിൽ തടി കുറയുക, മെലിയുക എന്നാണെന്നാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2300-നെക്കാളും ഒരു 300 കാലറി കുറച്ച് കഴിക്കുക. ഇനിയിപ്പോ എന്റെ ഉദ്ദേശം മറിച്ചാണ്, ബൾക്ക് ചെയ്യാന്നാണെങ്കിൽ ഈ 2300-നെക്കാളും ഒരു 300 കാലറി പ്ലസ് ആയിട്ട് കഴിക്കും. നമ്മൾ ഈ പ്ലസ് ചെയ്യുന്നതിനെ കാലറി സർപ്ലസ് എന്നും അതേപോലെ തന്നെ താഴെ പോകുന്നതിനെ കാലറി ഡെഫിസിറ്റ് എന്നും നമ്മൾ പറയാം. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഫിസിക്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഈ മെയിൻ്റെനൻസ് കാലറി എന്ന് അറിയാത്തവർക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഹൗ ടു കാൽക്കുലേറ്റ് മെയിൻ്റെനൻസ് കാലറി ടൈപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി മുതൽ നിങ്ങളോട് നിങ്ങളുടെ കൂട്ടുകാരൻ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ